അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളെല്ലാവരും തന്നെ വിമാനയാത്രകൾ നടത്താറുണ്ടല്ലോ. പ്രത്യേകിച്ചും നമ്മൾ പ്രവാസികൾ വർഷത്തിലൊരു തവണയെങ്കിലും നിരന്തരം വിമാനയാത്രകൾ നടത്തുന്നവരാണല്ലോ. നമ്മൾ ഓരോ വിമാനയാത്രയിലും ടേക്ക് ഓഫിന് മുമ്പ് നമ്മളെയെല്ലാം നിരന്തരം എയർ ഹോസ്റ്റസ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്. ഇവയിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നെ ഏറെ ആകർഷിച്ചതുമായ ഒന്നാണ്, ഏതെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ സന്ദർഭത്തിൽ ദുരന്തം കൺമുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഓക്സിജൻ മാസ്കുകൾ താഴ്ന്നു വരുമെന്നും അവ ആദ്യം നിങ്ങളുടെ മുഖത്തേക്ക് വെച്ച ശേഷം മാത്രമേ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട സ്വന്തം മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നമ്മളേറെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ശരി, ആരാണെങ്കിലും നാം സ്വയം മാസ്കുകൾ വെച്ച ശേഷം മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാവൂ എന്നുള്ള വാചകം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തർത്തീബ് ഉപയോഗിക്കുന്നത് കാണാം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കുക, നിങ്ങളുടെ ഒപ്പമുള്ളവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതെ, നാം നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നവരായിരുന്നാലും ശരി, ആദ്യം സ്വയം നരകത്തിൽ നിന്ന് കാവലിനെ അന്വേഷിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൈപിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനം. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, നിങ്ങൾ ആദ്യം സ്വയം നന്നാവൂ, എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാമല്ലോ എന്നാണ്. അതായത് ഇവിടെ ആധുനിക മനഃശാസ്ത്രവും പറയുന്നത്, നിങ്ങൾ ഉപദേശങ്ങൾ നൽകുകയല്ല, പകരം മാതൃകകളായി തീരുക എന്നുള്ളതാണ്. നാം സ്വയം ജ്വലിക്കുന്ന മാതൃകകളായി തീരുമ്പോൾ നമ്മെ നമ്മുടെ മക്കൾ പിൻപറ്റും, നമ്മുടെ ഭാര്യമാർ പിൻപറ്റും, നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മെ പിൻപറ്റും. ആ രീതിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ സന്ദർഭത്തിൽ, കുറഞ്ഞ സമയത്തിൽ എനിക്ക് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാനുള്ളത്, ആദ്യം നമ്മളെല്ലാവരും സ്വയം നന്നാവുകയും ആ സ്വർഗ പൂന്തോപ്പിലേക്കുള്ള ആ മാർഗത്തിലേക്ക് അടിയുറച്ച് മുന്നേറുകയും ചെയ്യുക. അപ്പോൾ നാം സ്വയം മാതൃകകളായി തീരുകയും നമ്മെ പിൻപറ്റിക്കൊണ്ട് ഒരു തലമുറ അത് നമ്മളോടൊപ്പം ചേർന്ന് നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.